ഈ മെൻ്റലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അതെങ്ങനെയാണ്? ഒബ്സർവേഷനാണോ അതിനകത്ത്? മെൻ്റലിസ്റ്റുകൾ, ഞാൻ കുറച്ച് മെൻ്റലിസം, ഞാൻ ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ മെൻ്റലിസം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് NLP എന്ന് പറയുന്നത് ഒരു തെറാപ്പിയുടെ ഒരു സൈഡാണ്. അപ്പം മെൻ്റലിസം പ്രത്യേകിച്ച് മൈൻഡിനെ ട്രിക്ക് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് പറയുമ്പോൾ നമുക്ക് മൈൻഡിൻ്റെ ഒരു പവറും പറയാം. അതായത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മൈൻഡ് വിശ്വസിക്കും. ഇപ്പം പറയുകയാണ്, ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഉമിനീർ ഇറക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉമിനീർ ഇറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ? ഇനി എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ പറയാം. ഇപ്പം തന്നെ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് ഉമിനീർ ഇറക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല. അത് അവിടെ സ്റ്റക്കാവുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും. അതെ അതെ, ശരിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരു കഴിവില്ല എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചത് നമ്മളോട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നമ്മൾ റിസീവ് ചെയ്തതോടുകൂടി നമ്മുടെ ബോഡി അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക ചെയ്യുന്നത് അവിടെ. അതായത് എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ എഫേർട്ടും ശരീരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പം എനിക്ക് ഇന്നൊരു സാധനത്തിൽ കഴിവില്ല എന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു, വെറുതെ പറഞ്ഞാൽ മതി. അതോടുകൂടി എന്താ ചെയ്യുക? ആ ഒരു സാധനം, എനിക്ക് ഈ തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കോഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. ഒരു കരിയറിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എപ്പം കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോവും, നമുക്ക് ആ ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. ഇതുപോലെ സിമിലർ എക്സാമ്പിൾ വേറൊരാൾക്ക് വന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ രണ്ടും റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു കുട്ടി, ആ കുട്ടിക്ക് അത് ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതാണ്. ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്കി എല്ലാം ഭയങ്കര ഈസി, മാത്സ് ഭയങ്കര ടഫ്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ആ കുട്ടിയോട് അമ്മ പറഞ്ഞിരുന്നു, മോളെ മാത്സ് ടഫാണ്. ഈ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി അത് മൈൻഡിലേക്ക് എടുത്തു. പിന്നെ മാത്സ് ബുക്ക് തുറക്കുന്ന സമയത്തേക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് ആ ലോജിക്കൽ ഇതൊന്നും ബ്രെയിനൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങ് വീക്കായി പോവാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് സിസ്റ്റം അങ്ങ് ഒരാളുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് ആ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ ഫോമായി. അപ്പോൾ ഞാനും എവിടെയോ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണെന്നുള്ളത്. അതോടുകൂടി നമ്മളറിയാതെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് അത്. പക്ഷെ നമ്മൾ റിയലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതാണ് നമ്മുടെ ബോഡി അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നമുക്ക് എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മനസ്സാണ് എല്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ, മനസ്സ് നമ്മുടെ ലൈഫ് തന്നെ. ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം നമ്മളോട് ഒരാൾ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആവും. കാരണം അത് അങ്ങനെ ആവണമെന്നില്ല, നമ്മളത് വിശ്വസിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ മൈൻഡിലേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെയായിരിക്കും. അതായത് ഒരു 7 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളോട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ പിന്നീടുള്ള ലൈഫിനെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മുടെ മോൻ 3 വയസ്സാണ്. പുള്ളിക്കാരൻ ഡേ കെയറിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേ കെയർ അവർ ചെറിയൊരു ഷൈനസ് ഉള്ള ആളാണ്. അതായത് സംസാരിക്കാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ടീച്ചർ പറഞ്ഞു, മോൻ സംസാരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ പുള്ളി പിന്നെ സംസാരിക്കുന്നത് വളരെ കുറഞ്ഞു. അതായത് കുറച്ചുകൂടി കുറഞ്ഞു. അതായത് ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നതോടുകൂടി കുട്ടിയുടെ മനസ്സിലൊരു തോട്ട്, ഓക്കെ ഞാൻ കുറവാണോ എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടി പിന്നെ അതിനുവേണ്ടി ആ കുട്ടി അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം ഉറങ്ങുന്ന സമയത്ത് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അതായത് നീ വളരെ സ്മാർട്ടാണ്, നന്നായി ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ്. നമ്മൾ 2-3 ദിവസം റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് ടീച്ചർ പറഞ്ഞു, എന്താ സംഭവിച്ചു, ഭയങ്കര ആക്റ്റീവാണല്ലോ മോൻ, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ചേഞ്ചസ് നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികളിലും വലിയ ആൾക്കാരിലും എല്ലാവരിലും. നമ്മളറിയാതെ നമ്മൾ അവരുടെ ഒരു ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ ലൈഫിനെ അവരുടെ ആ ഹോൾ ലൈഫിനെ നമ്മൾ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ചിലപ്പോൾ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പം മെൻ്റലിസ്റ്റുകളെ ഒരു കാര്യമുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ ഈ മെൻ്റലിസ്റ്റുകളുടെ അടുത്തൊക്കെ ചെന്നാൽ അവർ പഴയ ലൈനൊക്കെ കണ്ടുപിടിക്കും. ഇല്ല, അത് പറയിപ്പിക്കുമല്ലോ. അത് അങ്ങനെ ഒരു മൈൻഡ് റീഡിങ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അങ്ങനെ ഒരു മൈൻഡ് റീഡിങ് അല്ല. അത് കൂടുതലും ഒരു സജഷൻസ് തരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, അതായത് ഒരു ചിത്രം വരയ്ക്കാൻ പറയുകയാണ്. അതായത് ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പോവുക. അത് ഞാൻ പറയാം, ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് പോകുമ്പോൾ ഞാനിവിടെ ഒരു വീടിൻ്റെ ഷേപ്പ് അതിൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ ഈ സാധനങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സജഷൻസ്, അതായത് ഞാനൊരു വീടിൻ്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളൊരു സജഷൻ അവിടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഒരു സാധനം വരുമ്പോൾ ഒരു വീടിൻ്റെ ചിത്രം അവിടെ വരും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ വീടിൻ്റെ ചിത്രം അവിടെ നമ്മൾ വരയ്ക്കും.
അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും വരച്ചു. അപ്പോൾ ട്രയാങ്കിളും സ്ക്വയറും വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു പിക്ചർ വീടിൻ്റെ ആയിരിക്കും. അങ്ങനെ കുറേ സജഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന അനന്തുവാണോ, മെൻ്റലിസ്റ്റ് അനന്തുവാണോ എന്ന് തോന്നുന്നു, ഒരു ജിമ്മിലേക്ക് കയറി ചെന്നിട്ട് മസിൽമാനുണ്ട്, അവരോട് 1 കിലോയിലെ ഡമ്പൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അവർ എടുക്കാൻ പറ്റില്ല, അത് അവർ 200-200 kg ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി അവരുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരുന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരാൾക്കത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര ശ്രമിച്ചാലൊക്കെ എടുക്കാൻ പറ്റില്ല. കാരണം ആ മൈൻഡും ശരീരം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് അയാൾക്ക് ഉയർത്താൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഉമിനീര് ഇറക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഉമിനീര് ഇറക്കാൻ പറ്റില്ല. അതുപോലെയാണ് അതവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം മെൻ്റലിസ്റ്റിന് പലതും ആ ഒരു അതോറിറ്റി സെറ്റ് ചെയ്ത് നമുക്കൊരു ഇത് നമുക്ക് തരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പിന്നെ അതിനകത്ത് ഒബ്സർവേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെ, ഫേസ് എക്സ്പ്രഷൻസ് ഉള്ള അതുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്.